രണ്ടാളും എവിടെ പോയെന്നറിയാതെ ധ്രുവ് താഴേക്ക് വന്നു. അവിടുത്തെ കുടുംബ ചർച്ച തീരില്ലെന്നറിയാവുന്നത് കൊണ്ട് ധ്രുവ് അങ്ങോട്ട് നോക്കിയില്ല. ധ്രുവ് പുറത്തിറങ്ങിയപ്പോൾ വൈഷ്ണവ് അവിടെ നിൽക്കുന്നത് കണ്ടു. അവനോട് ചോദിക്കാൻ ധ്രുവിൻ്റെ നാവ് പൊങ്ങിയില്ല. എന്തോ നിവിയുടെ മുഖം ഓർക്കുമ്പോൾ അവരോടൊന്നും മിണ്ടാൻ മനസ്സ് സമ്മതിക്കില്ല. നിറഞ്ഞു തൂകിയ അവളുടെ കണ്ണുകളും വെള്ളസാരി ഉടുത്തിരുന്ന അവളുടെ രൂപവും മനസ്സിൽ വരും. ധ്രുവ് കണ്ണുകളൊന്ന് ഇറുകിയടച്ചു, മെല്ലെ തുറന്നു. എന്നിട്ട് ശ്വാസം മുകളിലേക്ക് വലിച്ചു സാവകാശം താഴേക്കെടുത്തു. അവൻ മുന്നോട്ട് നടന്നു. ധ്രുവിൻ്റെയും നിവിയുടെയും മൗനം വൈഷ്ണവിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് മുന്നോട്ട് നടന്നു. അവൻ ചുറ്റുമൊന്ന് നോക്കി. നിവിയുടെയും ദക്ഷയുടെയും ഒരു അനക്കവുമില്ല. അവർ വയലിലേക്കാണ് പോയത്. വൈഷ്ണവ് ധ്രുവിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ധ്രുവ് ഒന്ന് നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. അവൻ വയലിലേക്ക് പോയി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോൾ ദൂരെ നിൽക്കുന്ന ദക്ഷയെയും നിവിയെയും കണ്ടു. അവനൊന്ന് നെറ്റിച്ചുളിച്ചു അങ്ങോട്ട് നടന്നു. അടുത്തെത്തും തോറും അവൻ്റെ കണ്ണുകൾ വിടർന്നു. വയലിന് ചുറ്റും പായുന്ന തോടിനടുത്താണ് അവർ നിൽക്കുന്നത്. തോട്ടിൽ നിറച്ച് നീല നിറമുള്ള ആമ്പലുകളുണ്ട്. ദക്ഷയുടെയും നിവിയുടെയും കോലം കണ്ട് ധ്രുവൊന്ന് തുറിച്ച് നോക്കി. രണ്ടുപേരുമാകെ ചെളിയിൽ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് പിന്നെ ഇവൾക്ക് ആമ്പല് കാണാൻ ആവശ്യമോ തോടിയതാ, പക്ഷെ വരണ വഴി കാലെന്ന് സ്ലിപ്പായി വീണതാ. അപ്പൊ ഇവളോ? നിവി നിലത്ത് നോക്കി നഖം കടിച്ച് നിൽപ്പുണ്ട്. അത് പിന്നെ ഞാൻ വീണപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി എന്നെ പിടിച്ചതാ, പക്ഷെ അവളും വീണു എൻ്റെ കൂടെ. ഈ ആമ്പല് കാണാനാണോ നിങ്ങളിങ്ങനെ ഓടിയത്? അവൻ കൈകെട്ടി നിന്നു. ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അതെ, നിവിക്ക് ആമ്പൽ താമര എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്ടമാ. ഇവിടെ ആമ്പല് പിടിക്കുന്ന സമയത്ത് നിവി എപ്പോഴും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് അല്ല നിവി? നിവിയാണെന്ന രീതിയിൽ തലയാട്ടി. പക്ഷേ നിൽക്കുന്ന കോലം വെച്ചിട്ട് ധ്രുവിനോട് സംസാരിക്കാൻ ഒരു മടി. എപ്പോഴാണ് അവൻ ഗർജിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പണ്ടുണ്ടല്ലോ ഏട്ടാ, നിവിക്കൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അവൾ നിവി ഏറ് കണ്ടിട്ട് നോക്കി ചിരി അടക്കി പിടിച്ചു പറഞ്ഞു. നിവി ഒന്ന് ഞെട്ടി അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടെന്ന രീതിയിൽ തലയനക്കുന്നുണ്ട്. എന്താ അത്? ഒന്നുമില്ല, ഇവളെ ചുമ്മാ പറയുക. അല്ല, ഞാൻ സത്യ പറഞ്ഞത്. കാര്യം പറയൂ ദക്ഷി പ്ലീസ്. വേണ്ടെന്ന രീതിയിൽ നിവി അവളെ നോക്കി വിളിച്ചു. ഒന്നുമില്ലേട്ടാ, അവൾക്ക് പണ്ട് മുതലേ ഒരു ആമ്പൽക്കുളം വീട്ടിലുണ്ടാക്കണമെന്ന് ആഗ്രഹം. ദക്ഷി അവളെ നോക്കി ഒന്ന് ഇരുത്തി പറഞ്ഞു. നിവി രക്ഷപ്പെട്ടൊന്ന് നിലയിൽ നെഞ്ചിൽ കൈവച്ചു. വാട്ട്? അതെന്താ ആഗ്രഹം? ഫൂളിഷ്നെസ് ആണല്ലോ. അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഓഹോ, ഫൂളിഷ്നെസ് ആണോ? എൻ്റെ മുന്നിൽ നിന്നു ഒന്ന് മാറിയേ. ധ്രുവ് അവളുടെ മുന്നിൽ നിന്ന് സൈഡിലേക്ക് മാറി. ദക്ഷി മുന്നോട്ട് നടന്നു. എന്നിട്ട് കുറച്ചു മാറി നിന്ന് അവരെ നോക്കി. ഏട്ടൻ്റെ ഭാര്യയുടെ ആഗ്രഹം എന്നാൽ അതല്ല. നിവി വേഗം തലയിൽ കൈവച്ചിട്ട് ദക്ഷയുടെ അടുത്തേക്ക് ഓടാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും ദക്ഷി മുന്നോട്ടോടി. ധ്രുവ് നിവിയുടെ കയ്യിൽ പിടുത്തമിടുകയും ചെയ്തു. ധ്രുവ് ആകാംക്ഷയുടെ ദക്ഷയെ നോക്കി. നിവി കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. ദക്ഷി ഉറക്കെ വിളിച്ച് കൂവി. ഏട്ടൻ്റെ ഭാര്യയ്ക്ക് പണ്ട് മുതലേ ആഗ്രഹമുണ്ട്. പണ്ട് മുതലേ ഒരു ഗന്ധർവ് അവളുടെ സ്വപ്നങ്ങളിൽ വരുമായിരുന്നു. ആ ഗന്ധർവനൊപ്പം ഈ ആമ്പൽക്കുളത്തിലിരിക്കുന്ന സ്വപ്നം കാണലായിരുന്നു അവളുടെ ജോലി. ധ്രുവ് നിവിയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ അടച്ച് തന്നെ നിൽപ്പുണ്ട്. ആ ഗന്ധർവനുണ്ടല്ലോ, മിഴിച്ചു നിൽക്കുന്ന ചന്ദ്രന് മുന്നിൽ, കുളിരണിയിക്കുന്ന നിലാവിൻ്റെ മുന്നിൽ, വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലിന് മുന്നിൽ അവൾക്കൊപ്പം ഒരു വൈദൂര്യമായി ഇവിടെ അവളുടെ കണ്ണുകളിൽ നോക്കിയിരിക്കുമായിരുന്നു. 1000 കഥകൾ പറഞ്ഞ് ആ ഗന്ധർവന്റെ കണ്ണുകളിൽ അപ്പോൾ അവൾ മാത്രമായിരുന്നു. ധ്രുവ് നനങ്ങാൻ കൂടി കഴിയാതെ ദക്ഷി പറയുന്ന ശ്രദ്ധിച്ചു നിന്നു. നിവിയുടെ കൈകൾ അവളിൽ നിന്നും അഴിഞ്ഞു പോയി. നിവി അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ നിന്നു. ദക്ഷയുടെ ശബ്ദം കുറഞ്ഞു. അവൾ കുറച്ചുറക്കെയാണെങ്കിലും മൃദുലമായി ഒരു പുഞ്ചിരിയോടെ തുടർന്നു. അന്ന് എന്നും അവളുടെ മനസ്സിൽ ആ ഗന്ധർവം മാത്രമായിരുന്നു. സ്വപ്നയിൽ കണ്ട പോലെ ആ ഗന്ധർവനൊപ്പം അവൾക്കിത് നിലാവിനെയും ചന്ദ്രനെയും ആമ്പലുകളെയും സാക്ഷിയാക്കി 100,000 കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ദക്ഷി ഒന്ന് നിർത്തി നിവിയെ ദൂരെ നിന്ന് തന്നെ നോക്കി. അവൾക്ക് വീണ്ടും എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായ പോലെ ധ്രുവ് ദക്ഷിയെ തന്നെ നോക്കി നിന്നു. അവളുടെ ആ ഗന്ധർവൻ ഇപ്പോ അവളുടെ മുന്നിൽ തന്നെ ഉണ്ട്. ധ്രുവ് നിവി അരുമയായി ഒന്ന് നോക്കി. എന്തോ അമിതമായ വാത്സല്യം അവളോട് തോന്നുന്ന പോലെ. പിന്നെ മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. ധ്രുവ് വീണ്ടും ദക്ഷിയെ നോക്കി. ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ചായ്പിലെ കഴിക്കുന്ന ഓർമ്മകൾ ആയിട്ടല്ല, ഈ ആമ്പൽക്കുളത്തിലെ അവളുടെ ഗന്ധർവനുമായിട്ടുള്ള മധുരമേറിയ ഓർമ്മകളായിരിക്കണം പോവേണ്ടത്. അപ്പോഴേക്കും നിവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഒരുപക്ഷെ അന്നത്തെ ആ ദിവസത്തിലേക്ക് അവളുടെ ഓർമ്മകൾ ചലിച്ചിരുന്നു.
ഇത് പറയാനുള്ള ധൈര്യമേ ഒന്നും എൻ്റെ നിവിക്കില്ല. അതാ ഞാൻ പറഞ്ഞത് എൻ്റെ വരികളല്ല, സാക്ഷാൽ നിവേദ്യ ദുർദക്ഷിന്റെ വരികളാ. അവളുടെ മുഖത്ത് എന്തോ ഒരു വിഷമം നീലിച്ചു. ദക്ഷി എന്നിട്ട് തിരിഞ്ഞു നടന്നു. അവരിൽ നിന്നും നടന്നകന്നു പോകുന്നുണ്ടായിരുന്നു. ധ്രുവ നിവിയുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഇറ്റി വീഴുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും അവനെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ തോന്നിയവന്. ധ്രുവൊന്നും പറയാതെ അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തെല്ലാമോ പറയാനുണ്ടായിരുന്നു, പക്ഷേ വാക്കുകൾക്ക് പകരം അവൾക്ക് ആവശ്യം അവനിലെ ഹൃദയമിടിപ്പിന്റെ താളം തന്നെയാണെന്ന് അവന് തോന്നി. ദക്ഷി ദൂരെ പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ധ്രുവിന്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന നിവയാണ്. അവളൊന്നും മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് വൈഷ്ണവിനോടെല്ലാം പറഞ്ഞു. എന്തോ നല്ലൊരു സഹോദരനാകാൻ കഴിയാത്തത് കൊണ്ടാകും അവന്റെ മുഖത്ത് കാർമേഘം മൂടിയത് ദക്ഷി ശ്രദ്ധിച്ചു. നിവി വീട്ടിൽ പോണ്ടേ? നിവി പതിയെ അവനിൽ നിന്നും വിട്ടകന്നു. അവൾക്ക് അവന്റെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു ചമ്മല് തോന്നി. ധ്രുവ അത് മനസ്സിലാക്കിയെന്ന പോലെ അവളുടെ മുഖം കൈകൾ കോരിയെടുത്തു. അവളുടെ നെറ്റിയിലേക്കൊന്നും വളരെ നേർമയായി ചുംബിച്ചു. അവളത് ആഗ്രഹിച്ചിരുന്നു എന്ന പോലെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ ഗന്ധർവനുണ്ടല്ലോ, നിന്നെ കാണിപ്പിക്കുന്നുണ്ട്. നിലാവിനെയും ചന്ദ്രനെയും അതിനെ സാക്ഷിയായി വിടരാൻ കൊതിച്ചു നിൽക്കുന്ന ആബിലിനെയും എല്ലാം. നിവിയുടെ മുഖം ആകെ ചുവന്നു. അവൾക്ക് അവനെ നോക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോഴല്ല, നമ്മൾ മാത്രമായി കണ്ടാൽ ശരിയാകില്ല. പിന്നെ ആകാംക്ഷ കൊണ്ടറിയാതെ അവൾ ചോദിച്ചു പോയി. ധ്രുവ ചിരി അടക്കി. നിവിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ചിരി കാണാൻ വളരെ കൊതിയായിരുന്നു അവൾക്ക്. എന്തോ അവൻ്റെ ചിരി കാണുമ്പോൾ ഏതോ മായാജാല ലോകത്തിൽ പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നുന്നത്. അത് മൂന്നാമതൊരാൾ കൂടി കാണാനുണ്ട്. അതാരാ? അതൊക്കെ ഉണ്ട്. നീ വന്നേ, ഈ വെയിലത്ത് നിന്നാ എൻ്റെ കൊച്ചു വീണ്ടും വാടും. ആമ്പലയ്ക്ക് ചേട്ടൻ പിന്നെ പറിച്ചു തരാം, വന്നേ. നിവി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പോയി. ധ്രുവ അവളുടെ കൈകൾ കോർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും ഉള്ളം കൈയുടെ ചൂടും പരസ്പരം അറിയുന്നുണ്ടായിരുന്നു. എന്തോ താളബോധമില്ലാതെ ഇടിക്കുന്ന ഹൃദയത്തെ ചുമന്ന് അവർ മുന്നോട്ട് നടന്നു. മാഹി ഫോൺ വിളിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് ധ്രുവിന്റെ കൈ പിടിച്ച് അവൾ ചേർന്ന് വരുന്ന നിവിയാണ്. അവന് എന്തെന്നില്ലാത്ത നെഞ്ചു നീറുന്ന പോലെ തോന്നി. നിറഞ്ഞു വരുന്ന കണ്ണുകളെ മറച്ചു. അവൻ തിരിഞ്ഞകത്തേക്ക് പോയി. എന്താണ്, കഥയൊക്കെ പറഞ്ഞു തീർത്തു? നിവി വേഗം ദക്ഷിയെ ഒന്ന് ഹഗ് ചെയ്തു. ദക്ഷി തിരിച്ച് അവളെ മുറുകെ പിടിച്ചു. നിവി അങ്ങനെ തന്നെ നിന്ന് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നതിന്, എനിക്ക് നിന്നെ എൻ്റെ ഏട്ടനെ തന്നതിന്. രണ്ടുപേരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വൈഷ്ണവരയമ്മ ചിമ്മാതെ നോക്കി നിന്നു. നിവി, ദക്ഷി കഴിഞ്ഞെങ്കിൽ പോയി ഫ്രഷാകും, ഈ ചെളിയൊക്കെ കഴുകിക്കളെ. എന്നിട്ടും മതിയാവാത്ത പോലെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. സത്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് കുളിക്കാനുള്ള മടികാരനാണ്. കുറച്ചു നേരം കഴിഞ്ഞ് മാറാത്തത് കൊണ്ട് ധ്രുവൊന്ന് കലിപ്പിച്ചു വിളിച്ചു. നിവേദ്യ. നിവി വേഗം അകത്തേക്ക് ഓടി. പുറകെ ദക്ഷിയും. ധ്രുവിനോടുന്ന ഓട്ടം കണ്ട് ചിരി വന്നെങ്കിലും അവനത് വ്യക്തമായി ഒളിപ്പിച്ചു. മറ്റുള്ളവർ അകത്തിരുന്ന് തന്നെ പുറത്ത് നടക്കുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും മഹയുടെ അമ്മയ്ക്കും അച്ഛൻ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാധവിന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി. അവളുടെ ചിരികളികൾ അന്ന് ആദ്യമായി ആ വീടിനെ തഴുകിയ പോലെ. പക്ഷെ വരാൻ പോകുന്ന വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നേറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ധ്രുവ്. നിവിയുടെ ഗന്ധർവിൽ നിന്നും വളരെ ദൂരെയാണ് തന്റെ രാക്ഷസ സ്വഭാവമെന്ന് അവൻ ഓർത്തു. അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ധ്രുവാത്മ, നീ കരുതുന്നതിനപ്പുറമാണ് ഞാൻ. മറ്റു പെണ്ണുങ്ങളെ തൊടുന്നവരെ തന്നെ നരകയാതന കൊടുത്ത് മുകളിലേക്ക് പറഞ്ഞിടാനാം ഈ ധ്രുവദക്ഷ്. അപ്പോ എൻ്റെ പ്രാണനെ വേദനിപ്പിക്കുന്ന നിന്റെ അവസ്ഥ എന്താകും? ഇനി നീ കരുതുന്നതിനേക്കാൾ അപ്പുറമാണ്. നീ ആരായാലും എവിടെയായാലും ഈ നാട്ടിൽ നിന്ന് ധ്രുവ പോകുമ്പോൾ നിന്നെ ദഹിപ്പിച്ച് പൊടി പോലും ആരും കാണില്ല. എൻ്റെ സംഹാര താണ്ഡവം കാണാൻ നീ ഒരുങ്ങിക്കും. ദക്ഷ റൂമിൽ കയറി പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്ത് മുരടനാ! കുറെ നേരായാലോ നീ ആരെയാ പറയുന്നേ? നിന്റെ കെട്ടിയോനെ എല്ലാത് ആരെയാ? ഇപ്പോഴും അലറ്. അങ്ങനെയൊന്നുമില്ല, സ്നേഹമുള്ളോണ്ടാ. ദക്ഷി, ഇതൊക്കെ എപ്പോ എന്ന രീതിയിൽ അവളെ നോക്കി. നിവി ഒന്ന് ഇളിച്ചു. എന്നിട്ട് വേഗം കുളിക്കാൻ പോയി. ദക്ഷി ചിരിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു. രാത്രി ആയപ്പോഴേക്കും വൈഷ്ണവ് ദക്ഷിയെ കൊണ്ട് വീട്ടിലാക്കി. ധ്രുവ റൂമിലിരുന്ന് ലാപ്ടോപ്പ് നോക്കിയിരിക്കുകയാണ്. എന്തോ ഇമ്പോർട്ടൻ്റ് വർക്കാണ് എന്ന് മനസ്സിലായതുകൊണ്ട് നിവി അവനെ ശല്യം ചെയ്യാൻ പോയില്ല. നിവി അവളുടെ ഷെൽഫിൽ ഒരു ബുക്ക് എടുത്തു വായിച്ചു കൊണ്ടിരുന്നു. ധ്രുവ വർക്കെല്ലാം കഴിഞ്ഞു. നോക്കുമ്പോൾ ബുക്ക് മീതെ തലവെച്ചുറങ്ങുകയായിരുന്നു നിവി. അവൻ എന്നത്തെയും പോലെ പുഞ്ചിരിച്ച് അവളെ കട്ടിലേക്ക് കിടത്തി ഒരു കുഞ്ഞുമ്മയും കൊടുത്തു. പിറ്റേ ദിവസം
രാവിലെ തന്നെ പതിയെ പോലെ ജോഗിങ്ങിന് പോയി. എല്ലാവരും എഴുന്നേൽക്കും മുന്നേ വൈഷ്ണവും നിവിയും ധ്രുവും ജോഗിയും പോകാൻ ഇറങ്ങി. നിവി തലയൊക്കെ ചൊറിഞ്ഞ് താങ്ങി തൂങ്ങിയൊക്കെയാണ് ഇറങ്ങിയത്. ഇന്ന് എഴുന്നേറ്റ് ശരിയായിട്ടില്ല. എണീറ്റെപ്പോഴും മടിയാണ്. ഗ്രാമമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. നിവി കൈകെട്ടി ധ്രുവിന്റെ പുറകെ നടക്കുന്നുണ്ട്. ഓടാൻ വയ്യെന്ന പോലെ ചുണ്ടയ്ക്ക് വിറയ്ക്കുന്നുണ്ട് പാവത്തിന്റെ. ധ്രുവ് ചിരി കടിച്ചു പിടിച്ചു. മൈൻഡ് ചെയ്യാതെ അവന് പാവം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞു മുഖത്ത് പരിഭവവും ദേഷ്യവും കലർന്നു. ചുണ്ടയ്ക്ക് വിറച്ചു, കവളയ്ക്ക് ചുവന്നിരിക്കുന്നുണ്ട്. അവനൊരുപാട് ഇഷ്ടമായി. അവൻ അതൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പുറകെ വരുന്ന വൈഷ്ണവും നിവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് പാവം തോന്നി. ചുണ്ടയ്ക്ക് കൂർപ്പിച്ചു നിവി നടക്കുന്നുണ്ട്. നിവേദ്യ, വേഗം നടന്നു വാ, അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. നിവി ചുണ്ട് കൂർപ്പിച്ച് മുന്നോട്ട് വീണ്ടും നടന്നു. ഇത്തവണ വാശിയിൽ കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ട്. ദൂരെ ദക്ഷിയും മഹാദേവനും നിൽക്കുന്നത് കണ്ട് നിവിയും ധ്രുവും അങ്ങോട്ട് നടന്നു. എന്താണ് ഇന്നെൻ്റെ മോൾ ഇങ്ങനെ വരുന്നേ? മുഖയ്ക്ക് വീർത്തിട്ടുണ്ടല്ലോ. എൻ്റെയും മുഖം വീർത്തിട്ടുണ്ട്. നിന്റെ മുഖം വീർത്ത് നിന്നെ ഉറക്കം എഴുന്നേൽപ്പിച്ചിട്ടല്ലേ? മടിയായണ്ടല്ലേ? മടിച്ച് ദക്ഷി മുഖം കൂട്ടി. ഇതും അത് തന്നെയാ, നേരത്തെ എഴുന്നേറ്റ പ്രശ്നമാ. വീടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മുഖം ഒരു കുട്ടയുണ്ട്. നിവിയും ദക്ഷിയും ആരെയും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. പാവം, വിളിച്ചുണർത്തണ്ടായിരുന്നു രണ്ടിനെയും. അത് സാരില്ലച്ച, തണുപ്പ് കൂടുതലായോണ്ടാ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓക്കെ ആകും. പിന്നെ നോക്കിയപ്പോൾ ദക്ഷിയും നിവിയും ഓടുന്നത് കണ്ടു. രണ്ടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? എത്ര പറഞ്ഞാലും തീരില്ല അവരുടെ വിശേഷം പറച്ചിലും. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ കഥ പറയും. ധ്രുവ അവിടെ തൊട്ടുപുറകെ ഉണ്ട്. മഹാദേവനും വൈഷ്ണവും എന്തൊക്കെയോ പറഞ്ഞതിന് പുറകെ നടന്നു. തിരികെ വന്നപ്പോൾ നിവിയും ധ്രുവും വൈഷ്ണവും മഹാദേവനൊപ്പം ധ്രുവിന്റെ വീട്ടിലേക്ക് പോയി. നിവി ചെന്നുടനെ ഉറക്കെ വിളിച്ചു, ദൈവമേ കോഫി. ആ, മക്കളിങ്ങ് വന്നോ എന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അതെനിക്കറിയാം, അതല്ലെങ്കിൽ പോകുന്നത്. എന്നെ ഇപ്പം ആർക്കും വേണ്ടല്ലോ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടേ? നീവി അവരൊന്ന് പുണർന്നു. നല്ല തണുപ്പുണ്ടല്ലോ ദേഹം. അമ്മയുടെ മോൻ എന്നെ ഓടിച്ചോളാൻ പയ്യെന്ന്. പാവം, ഞാൻ തണുത്ത് മരവിച്ചു. കഷ്ടമുണ്ട് ധ്രുവ്, ഇങ്ങനെ കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നത്. ചില കഷ്ടപ്പാടൊക്കെ അറിയണം. അത്രയും പറഞ്ഞ ധ്രുവ് റൂമിലേക്ക് പോയി. ഞാൻ പോയി കോഫി ഇട്ട് വരാം. ധ്രുവ് പടി കയറുന്നുണ്ടേലും ഉറക്കെ പറഞ്ഞു, നിവേദ്യ ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് പോകാം. നിവി ഈ തണുപ്പത്തിന് കുളിക്കണമെന്ന് ഓർത്ത് മറ്റുള്ളവർ വിഷമത്തോടെ നോക്കി. എന്നിട്ട് മുകളിലേക്ക് ചവിട്ടി കുലുക്കി പോയി. നിവി റൂമിൽ ചെന്നപ്പോഴേക്കും ധ്രുവ് ഫ്രഷ് ആകാൻ കയറിയിരുന്നു. നിവി ബാൽക്കണിയിലേക്ക് നടന്നു. മുൻപ് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നെങ്കിലും ഇവിടുത്തെ കാഴ്ചകളോ റൂമോ ഒന്നും ആസ്വദിക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ലല്ലോ. ബാൽക്കണിയിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ദൂരെ പാടങ്ങളും മരങ്ങളും അടുത്ത അമ്പലവും എല്ലാം കാണാം. അവൾ തിരിഞ്ഞ് റൂമിൻ്റെ അകത്തേക്ക് നോക്കി. ഒരു ഫാമിലി ഫോട്ടോയാണ്. അതിപ്പോൾ മെറ്റോ വെച്ചതാണെന്ന് തോന്നി അവൾക്ക്. ധ്രുവ് ദക്ഷി മഹാദേവൻ പ്രിയ 4 പേര് മാത്രം. അവളുടെ മുഖമൊന്ന് വാടി. അപ്പോഴേക്കും ധ്രുവ് അവളെ പുറകിൽ നിന്ന് പുണർന്നിരുന്നു. ഇതിപ്പോൾ എന്തിനാ ഈ കവള് വീണ്ടും വീർത്തത്? ഇന്നതിൽ വെച്ചില്ലല്ലോ. തോന്നി കള്ളിപ്പെണ്ണെ, ഇത് നിന്നെ കെട്ടുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോയാ. എന്നാലും ഞാനില്ല. നമുക്ക് വരുത്താം. മോള് ആദ്യം പോയി കുളിക്കാൻ നോക്കിക്കേ. ഇനി കുളിക്കേണ്ട തണുക്കും. അകത്ത് ചൂടുവെള്ളം കിട്ടും. പോയി കുളിച്ചിട്ട് വാ. എന്നിട്ടും തണുക്കുവാണെങ്കിൽ ഞാൻ മാറ്റിത്തരാൻ തണുപ്പ്. നിവി അവനെ തള്ളി മാറ്റിയിട്ട് വാഷ്റൂമിലേക്ക് പോയി. ഇനി 2 ദിവസം മാത്രമേ അവൾ ഈ നാട്ടിൽ കാണുകയുള്ളൂ. അതിനു മുന്നേ അവൾ എൻ്റെ കൈപ്പിടിയിലാക്കണം. എൻ്റെ മെസ്സേജ് ഒന്നും ചെല്ലാത്തത് കൊണ്ട് അവൾ സമാധാനിച്ചിരിക്കുകയായിരിക്കും. അവളുടെ വീഡിയോ വെച്ച് തന്നെ അവളെ കൊണ്ട് ഞാൻ ആഡിയോ പറയിപ്പിക്കും. നിന്റെ രക്ഷാകവചത്തിൽ നിന്നും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ആ രക്ഷാകവചം നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും നിവേദ്യ. നിവി ഫ്രഷായി വന്നപ്പോഴേക്കും ധ്രുവും ഫ്രഷാകാൻ കയറി. അവൾ താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഹാളിൽ വലിയ ചർച്ചയാണ്. നിവി വേഗം പോയി മഹാദേവന്റെ അടുത്തേക്കിരുന്നു. അദ്ദേഹം അവളെ ഒരു കുഞ്ഞിനെ പോലെ ചേർത്തിരുത്തി. ആ വന്നല്ലോ അച്ഛൻ്റെ പെറ്റ്. പ്രിയെ, കുഞ്ഞിന് കോഫി കൊടുത്തേ. ദേവിയമ്മ അപ്പോഴേക്കും കോഫി കൊണ്ടുവന്നിരുന്നു. അച്ചുടാ, മോൻ കൂടി വരട്ടെ, എന്നിട്ട് കുടിക്കാം. ദേവിയമ്മ ചിരി കൊണ്ട് കോഫി ടേബിളിൽ കൊണ്ടുവച്ചു. എല്ലാവർക്കും കണക്കാക്കി ഒഴിക്കാൻ തുടങ്ങി. അച്ചു, നാളെയല്ലേ നിശ്ചയം? നമ്മൾ എന്നാ പോകുക തിരിച്ച്? നമുക്ക് നിശ്ചയം കഴിഞ്ഞ് 2 ഡേ കൂടി കഴിഞ്ഞ് പോകാം. കുറച്ച് റിലാക്സ് ഒക്കെ ആയിട്ട് പോകാം. അത് ശരിയാ, ഇവിടേക്കൊന്ന് ആസ്വദിച്ച് പോകാം നമുക്ക്. അത് ശരിയാ, വന്ന സ്ഥിതിക്ക് ആസ്വദിച്ചിട്ട് പോകാം. വൈഷ്ണവമോന് ലീവുണ്ടോ? ഇല്ല, 2 ഡേ ലീവായിരുന്നു. പക്ഷെ വിളിച്ചു പറഞ്ഞു നീട്ടിപ്പിക്കാം. ഏട്ടന് ലീവുണ്ടോ ഏട്ടത്തിയെ? ദക്ഷി നിവിയോട് ചോദിച്ചു. പക്ഷെ ഉത്തരം പറഞ്ഞത് ധ്രുവാണ്. ധ്രുവ് പടിയിറങ്ങി വരികയായിരുന്നു. ഉണ്ടല്ലോ അനിയത്തിയെ, ഏട്ടന് ലീവുണ്ട്.
നിവി മഹാദേവനെ ചേർന്ന് ഒന്നുകൂടെ ഇരുന്നു. അപ്പോഴേക്കും നിവിയുടെ കയ്യിലെ ചൂട് അദ്ദേഹത്തിന് മനസ്സിലായി. മഹാദേവ് വേഗം അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. എൻ്റെ കുഞ്ഞ് നല്ല ചൂടുണ്ടല്ലോ ധ്രുവ്. ധ്രുവ് വേഗം അവളുടെ അടുത്തേക്ക് വന്നു. നെറ്റിയിലേക്ക് തൊട്ട് നോക്കി. നല്ല ചൂട്. അവൻ അവളുടെ അടുത്തേക്കിരുന്നു. പാവം, മഹാദേവന്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുകയായിരുന്നവൾ. ഇന്ന് ജോഗിന് വരാൻ ഉത്സാഹമാണ്. ഇന്നൊട്ടും വന്നില്ല. കുളിക്കാൻ മടിയായിരുന്നു. പനി ഉള്ളിൽ കിടന്നുകൊണ്ടാകും. അവളെ പറഞ്ഞ് നിർബന്ധിച്ച് കുളിക്കാനും വിട്ടു. ധ്രുവ ആലോചിച്ചു, മഞ്ഞ് കൊണ്ടതല്ലേ, അതുകൊണ്ടാകും. നല്ല ചൂട്. നിവിയൊന്നും മിണ്ടാതെ ക്ഷീണത്തോടെ ഇരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ കണ്ണൊക്കെ ചുവന്നു. മുഖയ്ക്ക് വാടി തളർന്നിരുന്നു. അച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് വരാം. വേണ്ട ദൈവമേ, കുറച്ച് ചുക്കുവാപ്പിട്ട് തരൂ. പനിയൊക്കെ ഇപ്പോൾ പമ്പ് കിടക്കും. നിവേദ്യ, അന്ന് ശരിയാകില്ല. അവിടെയും ഗുളിക കഴിച്ചു മടുത്ത ഞാൻ ഇങ്ങോട്ട് വന്ന്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട. ചുക്കാപ്പി കുടിച്ച് ആവി പിടിക്കുമ്പോൾ മാറും. അവൾ കെഞ്ചി പറയുന്ന കേട്ട എല്ലാവർക്കും പാവം തോന്നി. ദീപം വേഗം അടുക്കളയിലേക്ക് ഓടി. ഇനിയിപ്പോൾ ഇന്ന് എവിടെ നിൽക്കും മക്കളെ? നാളെ രാവിലെ നിശ്ചയത്തിന് പോകുക എല്ലാവർക്കും. വൈശേട്ടൻ പോട്ടെ അമ്മേ, അനിയത്തിയുടെ നിശ്ചയമല്ലേ, ഒരുപാട് ജോലി കാണും. നിവേദ്യ അവനൊന്ന് പാളി നോക്കി. അവൻ അവളെ വാക്കില്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതേ മോനെ, മോൻ ചെല്ല്, ഒരുപാട് തിരക്കുള്ളല്ലേ. അവിടുത്തെ കാര്യങ്ങൾ ഞാനില്ലെങ്കിലും നടക്കും. ഞാൻ വൈകിട്ട് പോകാം, അതുവരെ ഇവിടെ നിൽക്കാം. നിവേദിയെ നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ആരെങ്കിലും ഉള്ളപ്പോഴല്ല വൈഷ്ണവ് കൂടെ നിൽക്കേണ്ടതും, ആരും ഇല്ലാത്തപ്പോഴാണ് കൂടെ നിൽക്കേണ്ടതും, ചേർത്ത് പിടിക്കേണ്ടതും. അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. വൈഷ്ണുവിനെ നന്നായി വേദനിച്ചു. നിവി ധ്രുവിൻ്റെ കയ്യിലേക്കൊന്ന് പിടിച്ചു. കണ്ണുകൾ കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ധ്രുവ് കണ്ണുകളൊന്ന് ഇറങ്ങി അടച്ചിട്ട് തുറന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ധ്രുവ്, നമ്മുടെ മോളെ, അതുകൊണ്ടല്ലേ നമുക്ക് കിട്ടിയത്, അത് വിട്ടേക്ക്. വൈഷ്ണവ് കുനിഞ്ഞ് തന്നെ ഇരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് നിർബന്ധിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ടും ധ്രുവ് നിവിയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. അവളുടെ അടുത്തായിരുന്നു. അവളുടെ തലയിൽ പതിയെ തഴുകി. എപ്പോഴും ക്ഷീണം കൊണ്ട് അവളൊന്ന് മയങ്ങി.